നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അതിവേഗത്തിലാണ് കോവിഡ് ബാധ ലോകരാജ്യങ്ങളെ വരിഞ്ഞു മുറുക്കിയത്. രോഗത്തിനെതിരെ മരുന്നും വാക്സിനും ലഭ്യമല്ലാത്തതിനാൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് മാത്രമാണ് പ്രതിരോധ മാർഗം. ഇതിൻ്റെ ഭാഗമായാണ് വൈറസ് വ്യാപന ഭീഷണി നേരിടുന്ന മിക്ക രാജ്യങ്ങളും ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയത്. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ രോഗം പടർന്നതോടെ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയതും പൊടുന്നനെയായിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടിലെത്താനാകാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ വാർത്ത ഇതിനോടകം നിരവധി തവണ പുറത്തു വന്നിരുന്നു. എന്നാൽ 2 മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സൗദിയിൽ കുടുങ്ങിയ UAE സ്വദേശിയായ 3 വയസ്സുകാരി മാതാപിതാക്കളുടെ അടുത്ത് തിരിച്ചെത്തിയ വാർത്തയാണ് അറബ് ലോകത്തിപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഗാലിയ മുഹമ്മദ് അൽ അമൂദിയാണ് ഏറെ നാളുകൾക്ക് ശേഷം ദുബായിലുള്ള മാതാപിതാക്കളുടെ അടുത്തെത്തിയത്. മാർച്ച് ആദ്യം വല്യുമ്മയ്ക്കൊപ്പം ദുബായിൽ നിന്നും സൗദിയിലെ ദമാമിലേക്ക് പോയതായിരുന്നു ഗാലിയ. 2 ദിവസത്തിന് ശേഷം ഗാലിയയുടെ മാതാവും ദമാമിലേക്ക് പോകാനിരുന്നതാണ്. എന്നാൽ കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ UAEയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചതോടെ മാതാവിൻ്റെ യാത്ര മുടങ്ങുകയും കുട്ടി ദമാമിൽ കുടുങ്ങിപ്പോവുകയുമായിരുന്നു. മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കേണ്ടി വന്ന 3 വയസ്സുകാരുടെ മടക്കയാത്രയ്ക്ക് വേണ്ടി സൗദി അറേബ്യയിലെ UAE എംബസിയുമായും സൗദിയിലെ ബന്ധപ്പെട്ട വകുപ്പുകളുമായും UAE വിദേശ മന്ത്രാലയം ഏകോപനം നടത്തി വരികയായിരുന്നു. ഇതിൻ്റെ ഫലമായി 50 ദിവസങ്ങൾക്ക് ശേഷം ഗാലിയയ്ക്ക് മാതാപിതാക്കളുടെ അടുത്തെത്താൻ അവസരമൊരുങ്ങുകയായിരുന്നു. സൗദി അധികൃതരുമായി സഹകരിച്ച് UAE ഗവൺമെൻറ് ഗാലിയയുടെ മടക്കയാത്രയ്ക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഗാലിയയുടെയും മാതാപിതാക്കളുടെയും കാത്തിരിപ്പിനും വിരാമമാകുകയായിരുന്നു. അതേസമയം സൗദി അറേബ്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് 4 വിദേശികളും 2 സ്വദേശികളും അടക്കം 6 പേരാണ് മരിച്ചത്. പുതിയതായി 1200 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതായും സൗദി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ അലി റിയാദിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ മൊത്തം രോഗം ബാധിച്ചവരുടെ എണ്ണം സൗദിയിൽ 15,000 കടന്നു. 12,926 പേർ ചികിത്സയിലാണ്. ഇവരിൽ 93 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം പുതുതായി 104 പേർക്ക് കൂടി രോഗം ഭേദമായതോടെ മൊത്തം രോഗഭേദമായവരുടെ എണ്ണം 2,000 കടന്നിട്ടുണ്ട്. ഇതിനോടകം കൊറോണ ബാധിച്ച് സൗദിയിൽ മരിച്ചവരുടെ എണ്ണം 127 പുതിയതായി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മക്ക, ജിദ്ദ എന്നിവിടങ്ങളിൽ നിന്നുമാണ്. പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തവരിൽ 75% വിദേശികൾക്കാണ്. സൗദിയിലെ 40ഓളം നഗരങ്ങളിൽ വെള്ളിയാഴ്ചയോടെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.